ഹലോ ഗൈസ്, ഇന്നപ്പോൾ ഒരു മിനി വ്ളോഗാണ്. ഇന്നപ്പോൾ നമുക്ക് രാവിലെ തന്നെ കഴിക്കാനുള്ളത് പുട്ടും പയറും പപ്പടം ഒക്കെ ആയിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഞാനിത് മീഷോയിൽ നിന്ന് വന്നൊരു പുതിയ ബെഡ്ഷീറ്റാണ്. ഞാനപ്പോൾ അത് ട്രയൽ ചെയ്ത് നോക്കുമായിരുന്നു. നല്ല ബെഡ്ഷീറ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. 200 സംതിങ് രൂപയ്ക്ക് അത് വർത്താണ് കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ചോറും മീൻകറിയും ബീട്രൂട്ട് മെഴുക്കുവരട്ടിയല്ല, തോരൻ, അതേപോലെ വറുത്തമീനൊക്കെ ഉണ്ടായിരുന്നേ. അതും പോരാഞ്ഞിട്ട് ഞാനൊരു പുളിസയൊക്കെ അടിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകാനായിട്ട് വന്നപ്പോഴാണ് അടുക്കളയുടെ കോല ഇങ്ങനെ കിടക്കുന്നത്. അമ്മ രാവിലെ തന്നെ ജോലിക്ക് പോയത് കാരണം ഒന്നും ഒതുക്കിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ അമ്മയ്ക്ക് ഇച്ചിരി ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ഞാനൊരോന്നൊക്കെ എന്നെക്കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ വൃത്തിയാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. വളരെ ചെറിയൊരു കുഞ്ഞ് അടുക്കളയാണ് ഞങ്ങളുടേത്. ഇതിനകത്ത് വലിയ സ്ഥലമൊന്നുമില്ല. 2 ആൾക്കാരെ കൂടുതൽ ഈ അടുക്കള നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ ഞാൻ ഈ സ്റ്റൗവൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. എൻ്റെ വലിയൊരാഗ്രഹമാണ് ജോലിയൊക്കെ കിട്ടിയിട്ട് അമ്മയ്ക്ക് അടുക്കളയും ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണമെന്നൊക്കെ ഭയങ്കര വലിയ ആഗ്രഹമുണ്ട്. ഒരിക്കലും നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ കുറച്ച് നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ചെറുതായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് അപ്പം ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയണേ. അത്ര കിടിലൊന്നുമല്ല, എന്നാലും വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഹെയർ ഗ്രോത്ത് സെറം ഉണ്ടാക്കുമായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി നോക്കണേ. നല്ലതാണ്, എഫക്റ്റീവായിട്ടുള്ളൊരു സെറമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പീനട്ട് ബട്ടറും അതേപോലെ ബ്രെഡും കഴിച്ച്. ഈ പീനട്ട് ബട്ടർ അമ്മ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. സെറം ഉണ്ടാക്കിയത് ഞാൻ പിന്നെ തണുക്കാൻ വെച്ചേക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു റീഫിൽ ബോട്ടിലിനകത്ത് ഇതേപോലെ ഫില്ല് ചെയ്തിട്ടാണ് സ്കാൽപ്പിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ വോയിസിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് മറ്റേ ഉപ്പൻ്റെ ശബ്ദമുണ്ട്, നിങ്ങളതൊന്ന് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. പിന്നെ നല്ലവണ്ണം സ്കാൽപ്പ് മസാജ് ചെയ്യണം കേട്ടോ. തല ഇതേപോലെ കുനിച്ചിട്ടിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുടിയെല്ലാം കൂടി ഇങ്ങനെ വാരി മുകളിലോട്ട് കെട്ടി കുറച്ച് നേരം വെക്കണേ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനൊരു എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. കുറച്ച് നേരം കെട്ടിയൊക്കെ വെക്കണം. വൈകുന്നേരമൊക്കെ ആയപ്പോൾ വിശപ്പായപ്പോൾ ഞാൻ എന്തോ എടുത്തു, നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ച് ഞാനൊരു സൂപ്പ് പോലൊരു ഐറ്റം യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്തതാണ്. ഇത് പിന്നെ ഉലുവ വെള്ളത്തിലിട്ടേക്കുവാണ്, നാളത്തേക്ക് ഹെയർ പാക്കിനാണ്. ഇത് പിന്നെ അമ്മ 2 മുൾട്ടാനിമിൽട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. ഞാൻ പിന്നെ അത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്ലൈ ചെയ്യാൻ വേണ്ടി റൂമിൽ ചെന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത്. അമ്മയുടെ കൂടെ ലിസ കയറി കിടക്കുവാണ്. അമ്മയുടെ മടി കിടക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുഖത്ത് മുൾട്ടാനിമിൽട്ടിയൊക്കെ ഇട്ടിട്ട് പിന്നെ പഠിക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും പഠിക്കുമ്പോൾ മാത്രം വരുന്ന കുറേ പ്രതിഭാസങ്ങളാണല്ലോ ഈ വിശപ്പ് ഉറക്കമൊക്കെ. അപ്പോൾ എനിക്ക് വിശപ്പ് വന്നപ്പോൾ ഞാൻ അതേപോലെ പാല്, അതേപോലെ പീനട്ട് ബട്ടർ, പിന്നെ കുറച്ച് ഈ നട്ട്സൊക്കെ പൊടിച്ച പൗഡർ, പിന്നെ കുറച്ച് ഓട്സും തേനും കൂടെ ചേർത്തിട്ട് ഒരു ഷേക്ക് പോലത്തെ ഒരു ഐറ്റം. അത്യാവശ്യം വിശപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഷേക്കാണ്. അതൊക്കെ അടിച്ച് കുടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചോറ് തന്നു കേട്ടോ. ഉച്ചക്കത്തെ കാര്യങ്ങൾ തന്നെ ആയിരുന്നു ചോറിന്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.